റൊട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ചെയ്യും. അത് എൻ്റെ വാശിയാണ്. ഇതൊരു ചെറിയ കുറച്ച് സമയത്തേക്ക് തുടങ്ങിയത് ഗൈസ്. ഇതൊരു ലോങ് ടൈം ജേണിയാണ്. വഴി മനസ്സിലാക്കും ഗൈസ്. വാട്ട്സ് ഇൻ മൈ മൈൻഡ്. എനിക്കിപ്പോൾ ഇത്ര പറയാനുള്ളൂ. നമുക്ക് നാളെ കാണാം. നാളെ എനർജി ഉണ്ടാവില്ല നമുക്ക് നോക്കാം ഗൈസ്. അതാണ് ഗൈസ്. അതെ ജിമ്മിൽ ഗൈസ്. ഓക്കെ ബൈ. ശരിക്കും പോകാൻ തോന്നുന്നില്ല. മടി ചെറുതായിട്ട് മടി വന്നു കേട്ടോ. ചിക്കൻ 100 ഗ്രാം വെച്ച് പാർട്സ് സെപ്പറേറ്റ് ഗൈസ്. ഗൈസ് അപ്പോൾ സമയം 9 മിനിറ്റ്. അപ്പോൾ നമ്മൾ നിന്റെ മൈൻഡിലുണ്ട് എന്താ കണ്ട ഗൈസ്. ഇതാണ് തേങ്ങയുടെ മൂട്. നാറിയോട് അറിയണ 2 ചെക്കന്മാർ കണ്ടു ഗൈസ്. പെട്ടു. ഇത് കുടുങ്ങി. നീ എന്ത് ചെയ്യും? സമയം ഏകദേശം 4:44 കേട്ടോ. നമുക്ക് വേഗം പ്രാക്ടീസ് ചെയ്യാം. സമയമില്ല. ഗൈസ് പ്രാന്തമാണ് ഗൈസ്. ആകെ വള്ളി. നമ്മുടെ റൊട്ടീനൊക്കെ ഒന്ന് തെറ്റുമെന്ന് തോന്നുന്നു. ശല്യം ജിമ്മിന് പോകാൻ നോക്കട്ടെ. ഇപ്പോൾ 6:37. അപ്പോൾ ശരി ഗൈസ്, ജിമ്മിന് പോട്ടെ ഗൈസ്. അപ്പോൾ സമയം 6:35 ആയിട്ടുണ്ട്. 6:35 അല്ല, 6:45 ആയിട്ടുണ്ട് ഗൈസ്. സമയം 6:45 ആയിട്ടുണ്ട്. ജിമ്മിന് പോയിട്ട് വരാം ഗൈസ്. ഓക്കെ ബൈ. ശരിക്കും പോകാൻ തോന്നുന്നില്ല. ചെറുതായിട്ട് മടി വന്നു കേട്ടോ. പക്ഷെ നമ്മൾ പോകും ഗൈസ്. നമ്മൾ മടി പിടിച്ചിരിക്കില്ല. ഇപ്പോൾ ചെറിയൊരു എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ്. ഫാമിലിയുടെ കുറച്ച് കാര്യങ്ങൾ കാരണം കൊണ്ട് ഇപ്പോൾ അതൊക്കെ ആലോചിച്ച് നിന്നിട്ട് പെട്ടെന്ന് ഇപ്പോൾ ജിമ്മിൽ പോകാൻ തോന്നി. പറഞ്ഞപ്പോഴേ നമ്മുടെ മൂഡ് ചേഞ്ച് ആയിട്ടിരിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് തോന്നുന്നുണ്ട്. പോകാനായിട്ട് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ പോകും ഗൈസ്. നമ്മൾ പോകും, ജിമ്മിൽ പോകും. പിന്നെ ജിമ്മിൽ പിന്നെ പോകാണ്ട് പിന്നെ അവിടേക്ക് ഉള്ള പിന്നെ അല്ലേ ജിമ്മിൽ പോകുന്നോട്ടെ കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ സമയം 6:51 ആയിട്ടുണ്ട്. അപ്പോൾ പാട്ട് പ്രാക്ടീസ് 1/2 മണിക്കൂറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ജിമ്മിന് പോവാണ്. ജിമ്മിൽ കുറേ മുന്നേ പോകാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ റൊട്ടീനിൽ ചേഞ്ച് വരുന്ന ഒരു കാര്യം ഇപ്പം നടന്നു. എനിക്ക് നേരത്തെ വർക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ചിലപ്പോൾ എനിക്ക് പോകേണ്ടി വന്നായിരുന്നു. പക്ഷേ ഇല്ല, പോകേണ്ടി വരില്ല. അപ്പം അതിൻ്റെ കുറച്ച് സംസാരങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് റൊട്ടീൻ ചേഞ്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര സീനാണ് ഗൈസ്. അതങ്ങനെയാണ് എൻ്റെ റൊട്ടീൻ. ഒരു ഡേ ഞാൻ ചെയ്യുന്ന റൊട്ടീൻസ് എനിക്ക് തെറ്റിക്കാൻ പറ്റില്ല. അത് ഞാൻ മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ടാണ്. പക്ഷെ നമുക്ക് അത്ര അത്യാവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഗൈസ്. ശരിക്കും ഇപ്പോൾ എൻ്റെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല ശരിക്കും എൻ്റെ റൊട്ടീന്. അപ്പോൾ എല്ലാം ഞാൻ പറയാം. അതായത് അതിനായിട്ട് ഞാനൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ജിമ്മിൽ പോവാം. ഓക്കെ, ജിമ്മിൽ പോയിട്ട് കാണാം. കുറേ വട്ടായി കഴിച്ച് ഇങ്ങനെ നടക്കുന്നു. ഭ്രാന്ത് വരും. ടർക്കി എടുക്കുക, വെള്ളം കുപ്പി എടുക്കുക, ചാവ്. എന്താണ് ഗൈസ്? മനസ്സിലാക്കോ? ഏജിലെ ചങ്ങായി ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാണുമ്പോൾ പതി വേണ്ട ഗൈസ്. ഇതിനപ്പുറം വേറെ എന്ത് വേണം? സോ ഇൻസ്പയർഡ് ഗൈസ്. ഓക്കെ, ഓയ്യോ ഒക്കെ വായിച്ചു നോക്കാം. ജിമ്മിൻ്റെ പുറത്തേക്കുള്ള വ്യൂ നോക്കാം. ഏതാ മല അല്ലേ? വടക്കാഞ്ചേരി പോകാണ് ഗൈസ്.
ഓയ്യോ ഏത് ചുങ്ക് സെൻറ്റർ വാ വാ ചിക്കൻ 100 ഗ്രാം വെച്ച് പാർട്സാക്കി സെപ്പറേറ്റ് ആക്കി ഗൈസ്. ഇതിപ്പോൾ എത്ര പീസ് എന്നൊക്കെ നമുക്ക് നോക്കാം ഗായ്സ്. അപ്പോൾ സമയം 9 മണിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയർ ഫ്രൈർ മേടിക്കാൻ വേണ്ടിയിട്ട് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടാണ്. ഏത് നമ്മുടെ വടക്കാഞ്ചേരിയുള്ള കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്. നമ്മൾ എയർ ഫ്രൈർ മേടിക്കുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി നമ്മുടെ ഫുഡിൻ്റെ കാര്യം നോക്കാൻ പോവുകയാണ്. ഓയിൽ ഒഴിക്കില്ല, അതുപോലെ ഷുഗർ കട്ട്, ഹെൽത്തി ഫുഡ്സ് അത് മാത്രമായിക്കോട്ടെ നമ്മുടെ അതിന് ഭക്ഷണം എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ സമയം 9 മണിയിൽ കേട്ടോ. നമ്മൾ എയർ മേടിച്ച് നേരെ വീട്ടിൽ പോയിട്ട് പിന്നെയും കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യാം ഗൈസ്. പാട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ മണിക്കൂർ വേണ്ടിയിട്ടുള്ളൂ. കുറച്ച് നേരം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വർക്കിന് പോകാം ഗൈസ്. അപ്പോൾ ശരി, ബായ്. നമ്മൾ മേടിച്ചിട്ട് വരാം. എയർ ഫ്രയർ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചിക്കൻ സെറ്റ് ചെയ്യാൻ കേട്ടോ. എന്താവെന്ന് അറിയില്ല, നോക്കി നോക്കാം ഗൈസ്, നോക്കി നോക്കാം. അയ്യോ വെച്ചിട്ടുണ്ട്. നമുക്ക് അടയ്ക്കാം, ഓപ്പൺ ആക്കാം. 150 ഇടാം ഗൈസ്. ടെമ്പറേച്ചർ ഓ സമയമായി ചിലപ്പോൾ കൊണ്ടുപോകാൻ പറ്റും. എന്തെങ്കിലും കൊണ്ടിട്ടില്ല പോകണല്ലോ. അവസാന ടൈം ഓടിപ്പടിയാണ് കേസ്. ഇന്ന് ഫുഡ് ഉണ്ടാക്കണം നടന്നില്ല. വീട്ടിൽ വന്നിട്ട് അച്ഛൻ പോവാ, ഒന്നാക്കിരും പ്ലീസ്. അയ്യോ സമയം കുറച്ചായി കേസ്, നേരം വൈകി. 10:16 ബസ് കയറിയിട്ടുണ്ട്. 10:16 ബസ് കയറി. നേരം വൈകി കേസ്. 15 നടക്കേണ്ടത് ആണ്. ഈ ബസ് ചേലക്കര വഴി പോകുന്ന ബസ്സാണ്. ഗൈസ്, ഇന്ന് മാസ്ക് എടുത്തില്ല. പിന്നെ നേരം വൈകി ബസ്. നമ്മളിപ്പോൾ 15 മാസ്ക് എടുത്തില്ലെങ്കിൽ പ്രശ്നം വീഡിയോ എന്തെങ്കിലും പ്രശ്നം. ഭയങ്കര സെൻസിറ്റീവാണ് മാസ്ക്. അപ്പോൾ എന്തായാലും നാളെ ഒരു പുള്ളി വരും. നേരം വൈകി. എന്നാണെങ്കിൽ ഒരു സ്റ്റാഫ് ലീവോ നേരെ പറഞ്ഞിട്ടുണ്ട്. എത്താൻ പറ്റില്ല. ഇതിൽ എയർ ഫ്രൈർ ചോയ്സ് നമ്മൾ ക്ലയൻറ്റ് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബൈ. കുറച്ച് നേരം മഴ മഴ മഴ. ചേട്ടാ പതിയധികമാണോ? ആ അതെ. നമ്മളിനി എങ്ങനെ പോകും? കാറിൽ ഇട്ടിട്ട് നോക്കി കേട്ടോ. നമ്മൾ കാറിൽ ഇട്ട് പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ കാറിൽ ഇട്ട് പിടിച്ചിട്ട് കുറേ നാളായി. ഇട്ടലും ആരും നിർത്തുമില്ല. എല്ലാം റയറായിട്ട് വല്ല കുറച്ചൊരു മനസ്സിലുള്ള ആൾക്കാരൊക്കെയാണ് ഗൈസ്. കുറച്ചധികം മനസ്സിലുള്ള ആൾക്കാരൊക്കെയാണ് കാറിൽ ലിഫ്റ്റ് തരുള്ളൂ. ഞാൻ അതുപോലെ പട്ടാമ്പിയിൽ നിന്ന് ലിഫ്റ്റ് പിടിച്ചു വന്നു ഗൈസ് എൻ്റെ വീട് വരെ. ഓ ദാറ്റ് ഈസ് ഇൻസൈൻ. ഓക്കെ, ആ ചങ്ങായി ഈസ് റിയലി അത് ശരിക്കും നല്ല മനസ്സിൻ്റെ ഉടമയാണ് കേട്ടോ. കാരണം എനിക്കന്ന് ബസ് കിട്ടാണ്ട് ഞാൻ ഇരിക്കുന്ന ടൈമായിരുന്നു. ബസ് ഇല്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ എനിക്കെങ്ങനെ വീട്ടിൽ വരുമെന്ന് അറിയണമെന്നില്ല. അപ്പോൾ നാളെ ലിഫ്റ്റ് എന്നതുകൊണ്ട് മാത്രം ഞാൻ അന്ന് വീട്ടിലെത്തി. അതല്ല ശരിക്കും അങ്ങനെയല്ല തെറ്റി പോയിട്ടാ. എവിടെ ഞാൻ എന്താ പറയുക ഗൈസ്, ഞാനിത് കുറച്ച് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഗൈസ്. ഞാൻ വ്ളോഗ് ചെയ്യുന്ന കാര്യം ആർക്കും അറിയില്ല. കാരണം എൻ്റെ കുറേ വീഡിയോസ് പെൻഡിങ് ആണ്, കുറേ പോസ്റ്റ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഗൈസ്. അവിടെ ചോർച്ചയായിട്ടുണ്ട് അവരോടും.
ഒന്ന് അവരുടെ അടുത്തൊന്ന് ഹൈഡാക്കാം ചേട്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ പറയാൻ വന്ന നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം ആർക്കും അറിയില്ല ഗൈസ്. കാരണം ഞാനിത് കുറച്ച് കഴിയട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യട്ടെ, എന്നിട്ട് അറിഞ്ഞോട്ട് വെച്ചിട്ടാണ്. കാരണം അല്ലെങ്കിൽ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളല്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മൈൻഡിലുണ്ട്. ഇതാ എന്താ കണ്ട ഗൈസ്, ഇതാണ് തേങ്ങയുടെ മൂട് നാറിയോട് എന്നറിയണ 2 ചെക്കന്മാർ കണ്ടു ഗൈസ്. പെട്ടു, ഇത് കുടുങ്ങി, നീ എന്ത് ചെയ്യും? പിന്നെ എല്ലാവരോടും പറഞ്ഞു പരത്തും. അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. എനിക്ക് സീൻ ഉണ്ടായിട്ടല്ല പക്ഷേ ഞാൻ നോക്കാം എന്തല്ല കേട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നത്തെ ദിവസം എനിക്ക് ഇന്നെനിക്ക് ഉണ്ടായിട്ടുള്ള മൈൻഡ് സെറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കാൻ പോണത്. അപ്പോൾ ഇന്നെനിക്ക് മൈൻഡ് സെറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ജിമ്മിന് ഞാൻ പോയത് കോഴിമുട്ട കഴിച്ചിട്ടാണല്ലോ, 5 കോഴിമുട്ട കഴിച്ചിട്ടാണ്. സോ എനിക്ക് ഫുഡ് അത്രയും നല്ല പ്രോട്ടീൻ ഫുഡ് കഴിച്ച കാരണം കൊണ്ട് ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനും വലിയ കുഴപ്പമുണ്ടായില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പ്രൈം ലെവലിൽ എനിക്ക് എത്തിയിട്ടില്ല കേട്ടോ. മീൻസ് ഞാൻ പ്രൈമിൽ പണ്ട് എൻ്റെ ഒരു 2 കൊല്ലം മുന്നേ ഞാൻ പോയി എന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, ആ സമയത്ത് ഞാൻ നല്ലോണം എൻ്റെ മുഖം കാണുമ്പോൾ ട്രൈപോഡ് നിർത്തുകയും വയ്യാന്നല്ല, അങ്ങനെ പറയാൻ പാടില്ല. ഞാനിപ്പോൾ എന്താ പറയുക, വയ്യാന്ന് പറയാൻ പാടില്ല എന്ന് പറയണേ. കാരണം നമ്മൾ എന്ത് പറയണോ, നമ്മൾ എന്ത് ചെയ്യുന്നോ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വേറെ ചേട്ടന്മാരായിരുന്നു, ഞാനൊന്നും ഹൈഡില്ല, വേറെ ഒന്നും ഉണ്ടല്ലോ, അറിഞ്ഞ പ്രശ്നമാണ്. അറിഞ്ഞില്ല ഇനിയിപ്പോൾ ഇതാവാനാണ്. അയ്യോ നമ്മുടെ മെയിൻ ചേട്ടന്മാരൊക്കെ ആണല്ലോ. അയ്യോ പേജിൽ ബുക്കുണ്ട്, അതൊന്നാണ് ഞാൻ തന്നെ വിചാരിക്കുന്നത്. എവിടെ നിരത്തി? അയ്യോ പറയണം മോനെ. പിന്നൊന്ന് പാട്ട് പ്രാക്ടീസ് നമുക്ക് 1/2 മണിക്കൂർ ചെയ്യാൻ പറ്റും കേട്ടോ. അരമണിക്കൂറില്ല, ഒരു 40 മിനിറ്റ് ടൈമിലാണ് പ്രാക്ടീസ് ചെയ്യുന്നുള്ളത്. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് വന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഈ 10 മിനിറ്റ് ഞാൻ ചെയ്യാത്ത, അത് ഞാൻ ഇന്ന് പ്രാക്ടീസ് ചെയ്യാത്ത കുറച്ച് ഭാഗങ്ങളുടെ പോർഷൻസ് ഒന്ന് പ്രാക്ടീസ് സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഇന്നത്തെ ദിവസം ഇത്ര ഉള്ളൂ ഗൈസ്. ഞാൻ റൊട്ടീൻ എൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട്. വെള്ളം 3 ലിറ്റേഴ്സ് ഇല്ലെങ്കിലും ഒരു 2.2 ലിറ്റേഴ്സ് വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ കുടിച്ചിട്ടുണ്ട്. പിന്നെ രാവിലെയും കുറച്ച് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം, ഫുഡിൻ്റെ കാര്യം, ഇപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിക്കൻ എയർ ഫ്രയർ, ഞാനിപ്പോൾ ഇന്ന് എയർ ഫ്രയർ അടിക്കാൻ കാരണം തന്നെ ഇനി മുതൽ നമ്മൾ ഓയിൽ ഭക്ഷണം കഴിക്കുക ഗൈസ്. ഓയിൽ ഭക്ഷണം നല്ലോണം കുറച്ചിട്ടുണ്ട്. നല്ലോണം കുറയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം ഇല്ല, ഒരു ഭക്ഷണം പരമാവധി കുറഞ്ഞു. പരമാവധി പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ഭക്ഷണം അത്രയും നമുക്ക് അത്രയും ഫുഡ് കിട്ടാത്തൊരവസ്ഥ വരില്ലേ. ഫുഡ് ഇല്ലാണ്ട്, നമുക്ക് ഭക്ഷണം ഇല്ലാണ്ടൊരു മീൻസ് എവിടെയും കിട്ടാണ്ട്, നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടാണ്ട്, നല്ല ഞാൻ ഉദ്ദേശിച്ച ഫുഡ് അങ്ങനെയല്ല, എന്ത് പറയുക, ഹെൽത്തി ഫുഡ് കിട്ടാണ്ട് നമുക്കൊരവസ്ഥ വരില്ലേ. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ മാത്രം, അത്യാവശ്യം നമുക്ക് നല്ല വിശന്നിരിക്കുകയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം നമ്മളിനി ഓയിൽ ഫുഡ്സ് കഴിക്കുള്ളൂ ഗൈസ്. കാരണം അത് ഞാൻ സ്കിപ്പ് അടിച്ച് നിർത്തി ഓയിൽ ഞാൻ കട്ട് ചെയ്ത്. ഞാനത് മുന്നേ കട്ട് ചെയ്തായിരുന്നു. പക്ഷേ
നമ്മുടെ റൊട്ടീനൊക്കെ ഇപ്പോൾ തെറ്റി ഇപ്പം റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 5ാമത്തെ ദിവസമായിട്ട് നിങ്ങൾ കാണുന്നത്. ഞാൻ എന്ന വീഡിയോ ഇട്ട്, ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ട് 29-ാം തീയതി ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ട്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ ഇത് റീബിൽഡ് ചെയ്തിട്ടുണ്ട്, അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ഇതുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുഡിൻ്റെ കാര്യം നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് എൻ്റെ മൈൻഡ് സെറ്റിന് അല്ലെങ്കിൽ എനിക്ക് എനർജിയുടെ കാര്യം ഇന്ന് എനിക്ക് എനർജി ഡ്രെയിനിങ് വന്നിട്ടില്ല കേട്ടോ. ഞാനത് പ്യൂറായിട്ട് പറയാം. കാരണം ഞാൻ അന്ന് ഇതേ സമയത്ത് ഇന്നലെ ഇതേ സമയത്ത് ഞാൻ വീട്ടിലെത്തിയിട്ട് എനിക്ക് നിങ്ങൾ കണ്ടില്ല, ഞാൻ ലൈവ് എനിക്ക് ശരിക്കും ലൈവ് ഫീലിങ്സ് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളും അതൊക്കെ ശരിക്കും ട്രെയിനിങ് ആയിരുന്നു. ബട്ട് ഇതൂടെ യെസ് റിയലി കുഴപ്പമില്ല ഗൈസ്. കുഴപ്പമില്ലെന്നല്ല, ഐ എം റിയലി എനർജറ്റിക് നൗ. എനിക്ക് ഇനി വേണമെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ പോവാം, വേണമെങ്കിൽ കുറച്ചും കൂടി കളിക്കാൻ പറ്റും. ബിക്കോസ് ഐ ഹാവ് എനർജി. എനിക്ക് ഇപ്പോഴും എനർജി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണേ. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് നല്ല ഫുഡ് കഴിക്കണം. പിന്നെ നല്ല ഫുഡ് കഴിക്കുക. 10 മണിക്ക് ഉറങ്ങാൻ കഴിച്ചു. പക്ഷേ 10 മണിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വീഡിയോസ് ഞാനിപ്പോഴും 1-ാം തീയതിത്തെ വീഡിയോ 31-ാം തീയതി വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, പോസ്റ്റ് ചെയ്തിട്ടില്ല. 1-ാം തീയതിത്തെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്ര വലിയ എഡിറ്റിങ്ങൊന്നും ചെയ്യുന്നില്ല ഗൈസ്. കാരണം നമുക്ക് ഡെയിലി ഇത് പോസ്റ്റ് ചെയ്ത് പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടൻറ്റ് മീൻസ് ഞാൻ എന്ത് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് ലൈവായിട്ട് ഉണ്ടാകുന്ന റിയാക്ഷൻസ് എന്താണെന്ന് കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ ഹാപ്പി ആയിരിക്കും, സാഡാണെങ്കിൽ സാഡായിട്ട് കാണിക്കും. ആ ഒരു ഇമോഷൻ എങ്ങനെ എനിക്കുണ്ടാകുന്ന ഇമോഷൻസ് ഞാൻ കാണിക്കാനാണ് പോകണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ശരി എനിക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഓക്കെ, എഡിറ്റിങ്ങിന് കുറച്ചുകൂടി ഉണ്ട്. കുറച്ചുകൂടി പറയുമ്പോൾ എത്ര ദിവസം എടുക്കണം? ഇന്നിപ്പോൾ 4-ാം തീയതി അല്ലേ? ഇന്നിപ്പോൾ 4-ാം തീയതി ആയി. നമുക്ക് എഡിറ്റിങ് 1:31 അതുപോലെ 31 2 3 4 ദിവസത്തെ എഡിറ്റ് ചെയ്യേണ്ട ദിവസം. 31 1 2 3 4 5 ദിവസത്തെ എഡിറ്റ് ചെയ്യേണ്ട ദിവസം. ചിലപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ സ്ലീപ്പ് കട്ട് ചെയ്യും ദിവസം. കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സ്ലീപ്പ് കട്ട് ചെയ്യും, കുറച്ച് കട്ട് ചെയ്യും. ചിലപ്പോൾ എന്നല്ല, എനിക്ക് ഇന്നലെ മൊത്തം പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കണ്ടൻറ്റിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കേസിന്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഷെഡ്യൂൾസൊക്കെ ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടെങ്കിൽ അത് കവറപ്പ് ചെയ്ത് വരാൻ കുറച്ച് പണിയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്കിപ്പ് അടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഉറക്കം സ്കിപ്പ് അടിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഉറക്കം സ്കിപ്പ് അടിച്ചാൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഉറക്കം സ്കിപ്പ് അടിക്കാൻ പാടില്ല കേസ്. നമ്മൾ നല്ല രീതിക്ക് ഉറങ്ങണം. ഞാനിപ്പോൾ ഇങ്ങനെ റൂട്ടീൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ 8 മണിക്കൂർ ഉറങ്ങണതാണ് എൻ്റെ ടാർഗറ്റ്. പക്ഷേ 8 മണിക്കൂർ ഉറങ്ങാൻ പറ്റാറില്ലെങ്കിലും മാക്സിമം അങ്ങനത്തെ അത്രയും 7:30 കുറയും ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എഡിറ്റിങ് കഴിഞ്ഞ് തീർക്കണം കേസ്. അപ്പോൾ ബൈ കേസ്. അപ്പോൾ ബൈ. ഇത് നാളെ എനർജി ഉണ്ടാവും കേസ്. ഓക്കെ ബൈ. ലവ് യു കേസ്. ലവ് യു ഗായ്സ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്താ നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞ്, നമുക്ക് നമ്മുടെ എയർ ഫ്രയർ എങ്ങനെ വർക്ക് ചെയ്യണം. വ്ളോഗ് പ്ലീസ് അനാവശ്യമായി ഒന്നും പറയരുത്. ഞാൻ കട്ട് ചെയ്യാറില്ല ഗൈസ്, കട്ട് ചെയ്യാറില്ല ഷീബിച്ചി, അതറിയത്തില്ലേ. ഞാൻ ഈ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ്. സൈലൻസ്. അമ്മ എങ്ങനെയാണ് ഗൈസ്? അമ്മയ്ക്ക് ഞാൻ വ്ളോഗ് ചെയ്യണതൊന്നും ഇഷ്ടമില്ലെന്ന് ഞാൻ പറയില്ല. അമ്മയ്ക്ക് ഇഷ്ടമാണ് ഗൈസ്. ഇല്ല, ഇഷ്ടമല്ല അമ്മ. അപ്പോൾ നമ്മുടെ എയർ ഫ്രയർ എങ്ങനെ വർക്കാവും നോക്കണ്ടേ. ആദ്യം ജസ്റ്റ് ഓണാക്കിയിട്ടേ ഞാൻ രാവിലെ മസാല വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു ഗൈസ്. അതൊന്നും കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് ചൂടാക്കാൻ പറ്റും ഗൈസ്. 10 മിനിറ്റ് നമുക്ക് ചൂടാക്കണം. നോക്കാലോ എന്താവും നോക്കാലോ. എയർ ഫ്രയർ കുളിച്ചിട്ട് വരാം ക്ലാസ്. അപ്പോൾ ഈ 10 മിനിറ്റ് ഞാൻ സാധനം വെക്കും. പിന്നെ കുളി
സമയം എത്ര മണി? 9:05. ബൈ ഗായ്സ്, ബൈ. ഇറ്റ്സ് മീ കോലം. ബൈ. അതെടുത്തില്ലേ, മറന്ന്. ഇന്നിപ്പോ എനിക്ക് കാലുവേദന ഭയങ്കരമായിട്ടുണ്ട് ഗൈസ്. കാലുവേദന എന്താണെന്ന് കാരണം എനിക്കറിയില്ല. ഞാൻ നടന്നിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ കുറേ നടന്നിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ അധികം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജിമ്മിന് വർക്കൗട്ട് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല. ജിമ്മിന് ലെഗിനൊന്നും വർക്കൗട്ട് ചെയ്തിട്ടില്ല. എൻ്റെ കാലിൽ ഭയങ്കര വേദനയുണ്ട് ഗൈസ്, ഭയങ്കര വേദന. കാലൊക്കെ അങ്ങനെ ഭയങ്കര വേദനയുണ്ട് കാലമേ. എൻ്റെ റീസൺ നമുക്ക് നോക്കാം, കണ്ടുപിടിക്കാം. എന്തായാലും നാളെ കണ്ടുപിടിച്ചിട്ട് നാളെ പറയാം. ഓക്കെ, ബൈ ഗൈസ്. ഇനി ഞാൻ എയർ ഫ്രയറിൽ ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പോഴും ഓണായത്. ഇനി നമുക്ക് ഓണാക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും അച്ഛനമ്മ കഴിക്കായിരുന്നു ഗൈസ്. അവർക്കും വേണം പറഞ്ഞുകൊണ്ട് അവർക്കും വെച്ചിട്ടുണ്ട്. എൻ്റെ റേഷനിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുത്തു. പക്ഷേ എൻ്റെ റേഷൻ കട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള, ബട്ട് എൻ്റെ മമ്മിയുടെ അടിയൊക്കെ കൊണ്ട് ഞാൻ ശരിക്കും ഇത് ഒരു 1 മന്ത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോകണം ഗൈസ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ റൊട്ടീൻ കീപ്പ് ചെയ്ത് പോയേ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫുഡും എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇറക്കും ഗൈസ്. പുതിയത് ചിക്കൻ മേടിക്കും, സെറ്റ് ചെയ്ത് വെക്കും. 100 ഗ്രാം സെറ്റാക്കി വെച്ചു. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ 100 ഗ്രാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോ ഡേയ്സ് നമ്മൾ എടുക്കും. അതുപോലെ പ്രോട്ടീൻ കറക്റ്റ് എത്ര വെച്ച് പ്രോട്ടീൻ കഴിക്കണം എന്നുള്ള കാര്യം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രോട്ടീൻ ഡയറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇന്ന് ഇത്ര പ്രോട്ടീൻ കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിക്കൻ ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ 100 ഗ്രാം പ്രോട്ടീൻ, 100 ഗ്രാം ചിക്കൻ, അതിൽ ഇത്ര പ്രോട്ടീൻസ് ഉണ്ട്. അത് ഞാൻ നോക്കിയിട്ട് കേട്ടോ, ഞാൻ നോക്കി എന്തായാലും പറയാം. പിന്നെ പീനട്ട് ഇന്ന് കഴിക്കുന്നില്ല. പിന്നെ ഇന്ന് മോർണിംഗ് ഞാൻ 5 മുട്ട കഴിച്ചല്ലോ. 5 മുട്ട ചിക്കൻ ആയിട്ടുള്ളൂ അല്ലേ. പ്രോട്ടീൻ കൂടെ കറക്റ്റായിട്ടില്ല. പ്രോട്ടീൻ ഇനിയും വേണം. ഡെയിലി നമുക്ക് ഇത്ര പ്രോട്ടീൻ വെച്ച് വേണമല്ലോ. ഞാൻ 54 കഴിച്ചാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇരട്ടി പ്രോട്ടീൻ 102 ഗ്രാം പ്രോട്ടീനെങ്കിലും 54 108 ഉണ്ട്. 108 ഗ്രാം പ്രോട്ടീൻ നമുക്ക് കഴിക്കണം എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണ് നമുക്ക് അത് കഴിക്കാൻ കഴിച്ചു. പിന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഉറക്കം എന്തായാലും നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഉറങ്ങണം കഴിച്ചു. കാരണം എനിക്ക് ഇനി കണ്ടിന്യൂസ്ലി നല്ല വ്ളോഗ്സ് ഇട്ട് പോകണം. എനിക്ക് കുറേ നല്ല ആഗ്രഹമുണ്ട് കഴിച്ച്. അത് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിലൊക്കെ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ടൈമിൻ്റെ ഇഷ്യൂ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് പോകണം കേട്ടോ. ഞാൻ എഡിറ്റിങ് പഠിക്കും കഴിച്ച്. കുറച്ച് ഇതിന് സമയം കണ്ടെത്തി എവിടെയെങ്കിലും നമ്മൾക്ക് ഒരു ഗ്യാപ്പ് കിട്ടി അവിടെ നമ്മളിത് മെല്ലെ പഠിച്ച് സെറ്റാക്കി ചെയ്യും ഗൈസ്. ഓക്കെ, ബായ്. കുളിക്കട്ടെ, ഫുഡ് ചെയ്യട്ടെ, കിടന്നുറങ്ങട്ടെ. കിടന്നുറങ്ങണം, വീഡിയോ അടച്ചേട്ടാ. ആൻഡ് ദെൻ I want to sleep and then wake up in the 4 AM. wake up in the 4 AM. എന്തൊക്കെ പറയണില്ല, എനിക്ക് ഇംഗ്ലീഷ് വലിയ കാര്യം കേട്ടാ. പക്ഷെ നമ്മൾ ഇംഗ്ലീഷും പഠിക്കും ഗൈസ്. നമ്മളെല്ലാം പഠിക്കും, നമുക്കെല്ലാം പഠിക്കണം ഗൈസ്. അപ്പോൾ ബൈ, ശരി, ബൈ. ഞാൻ ഉറങ്ങില്ല. സമയം 3:02. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് ഉറങ്ങണം. 4 മണിക്ക് നീക്കണം, കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് സ്റ്റോറേജിന് കുറച്ച് കളയണം ഗൈസ്. കാരണം പഴയ വീഡിയോസ് കിടന്നാറുകൊണ്ട് നമുക്ക് എന്തോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ഇട്ടിട്ട് എന്തായാലും 5 കേട്ടോ ഗൈസ്. 4 മണിക്ക് നമുക്ക് പാട്ട് റൈസിന് പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ 2 മണിക്കൂർ കിടന്നു തുടങ്ങിയിട്ട് പ്രാക്ടീസും ജിമ്മും പോയിരിക്കും ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എക്സ്പോർട്ടിങ്ങും കൂടി കഴിയുന്നുണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ ആ വീഡിയോ പോസ്റ്റിങ് കഴിയും. 1:15 ആയിട്ടുണ്ട് കേട്ടോ സമയം. 1:15. പിന്നെ നമ്മുടെ ബുക്ക് റീഡിങ്ങും നമ്മൾ ഇന്ന് 2 പേജ് വായിച്ചിട്ടുണ്ട് കേട്ടോ. 2 പേജും പറയുമ്പോൾ ഞാനിതൊക്കെ വായിച്ചതാണ്, ഈ ബുക്കല്ല ഇത്. 8 ബുക്കാണ് മോനെ, 8 ബുക്കാണ്. ഇതിൻ്റെ ഫസ്റ്റ് പേജ് ഇതെല്ലാ മുഖം നമുക്കിവിടെ അതെന്താ ഒരു പേജ് നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചോട്ടാ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കത് കത്തും. ഓക്കെ, വേണമെങ്കിൽ വായിച്ചോളൂ. എന്തായാലും വീഡിയോ അപ്ലോഡ് ആകുമ്പോഴേക്കും ഞാൻ ഈ 2 പേജ് ഒന്നുകൂടി വായിക്കും ഗൈസ്. എനിക്കങ്ങനെ വായിച്ച് മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടൊന്നുമല്ല,
ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിക്കണം ഗൈസ്. ഓക്കേ, ബൈ.